ഹായ് ഹലോ എല്ലാവർക്കും സൺഷൈൻ ടൈൽസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ പുറത്ത് ഒരു ചായ കുടിക്കാൻ പോവാന്ന് വിചാരിച്ചു. ചായ എന്ന് വെച്ചാൽ നമ്മുടെ പാൽ ചായ അല്ല കേട്ടോ, ബബിൾ ടീ ഇല്ലേ, അത് കുടിക്കാൻ പോവാന്ന് വിചാരിച്ചു കേട്ടോ. ഇത് ഞാനിവിടെ പോയത് ദ മൂൺ എന്ന് പറഞ്ഞൊരു ഷോപ്പിലേക്കാണ്. ഇത് കാൽഗറിയിൽ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു സംഭവം കേട്ടോ. ഈ ഒരു കട മെയിൻ ആയിട്ടുള്ള ഒരു ബബിൾ ടീ സ്പോട്ടാണെന്ന് പറയാം. ഇത് എഡ്മണ്ടണിൽ തുടങ്ങിയിട്ട് കുറച്ചായി തോന്നുന്നു. പക്ഷെ എനിക്കറിയില്ലായിരുന്നു. ഞാനൊരു ദിവസം ഇൻസ്റ്റഗ്രാമിന് സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പം ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കതിൻ്റെ ആംബിയൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്നാൽ പിന്നെ അവിടെ ഒന്ന് പോയി നോക്കിയാലോ എന്ന് ഞാൻ വെറുതെ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചതാണ്. അപ്പോൾ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അടുത്ത് തന്നെയാണ്, ഒത്തിരി ദൂരമൊന്നുമില്ല. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് ഇന്ന് ഇറങ്ങിയതാട്ടോ. ചെന്ന് കയറിയപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട് അവരുടെ ആംബിയൻസ് ഒക്കെ കാണാൻ. കുഞ്ഞൊരു സ്റ്റോറാട്ടോ. ആകെ 2-3 സീറ്റിംഗ് സ്പോട്ട് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഒത്തിരി വലുതൊന്നും പറയാനില്ല. ബബിൾ ടീ സ്പോട്ട് എന്നാണ് പറയണെന്നുണ്ടെങ്കിലും ബബിൾ ടീ മാത്രമല്ല, ഇവിടെ കോഫി ഉണ്ട്, നമ്മുടെ പാൽ ചായ ഉണ്ട്, സോഫ്റ്റ് സെർവ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. പക്ഷേ അവിടെ സോഫ്റ്റ് സെർവ് ഇന്ന് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇന്ന് അവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട്, നോട്ട് അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അല്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല, നമ്മൾ അതിന് വേണ്ടിയിട്ടല്ല പോയത്. അതുകൊണ്ട് അത് കിട്ടിയില്ലെങ്കിലും നമുക്ക് വിഷമമൊന്നുമില്ല. പിന്നെ എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇവിടെ ബോബയല്ലേ, അതായത് പേൾസ്, അത് ആ ടോപ്പിങ്സ് ഉണ്ടല്ലോ, അത് പലതുണ്ട്. സ്ട്രോബെറി, മാംഗോ, ലിച്ചി, പിന്നെ പോപ്പിംഗ് പേൾസ് ഉണ്ട്, കോക്കനട്ട് ജെല്ലി ഉണ്ട്, ഗ്രാസ് ഉണ്ട്, ഒത്തിരി ഉണ്ട്. ഗ്രാസ് എന്ന് പറഞ്ഞാൽ പുല്ലല്ല കേട്ടോ, ഗ്രാസ് ജെല്ലി. അങ്ങനെ ടോപ്പിങ്സിനും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ എനിക്ക് ബബിൾ ടീ ഇഷ്ടമാണെന്നുണ്ടെങ്കിലും ഇവിടെ ഞാനൊരു ഡിഫറെൻ്റ് ആയിട്ടൊരു സംഭവം കണ്ടത് എന്താണെന്ന് വെച്ചാൽ, മാച്ച, എല്ലീസ് ഫേവറേറ്റ് മാച്ച എന്നും പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. 3 ഓപ്ഷൻസ് ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ അകത്ത് ഞാൻ കോക്കനട്ട് ആൻഡ് ബട്ടർഫ്ലൈ പീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമായിട്ട് ഓർഡർ ചെയ്തത്. ബട്ടർഫ്ലൈ പീ എന്ന് അതെന്താണ് അതിൻ്റെ പേരെന്ന് ഞാൻ ഓർക്കണില്ല. പക്ഷെ അത് കണ്ടപ്പം എനിക്ക് തോന്നിയത് നമ്മുടെ ശംഖുപുഷ്പല്ലേ, അതും കോക്കനട്ടും കൂടെ മിക്സ് ചെയ്തതാണോ എന്ന് എനിക്കൊരു ഡൗട്ട് വന്നു. പക്ഷെ ഞാൻ ചോദിച്ചില്ല കേട്ടോ, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ ചോദിച്ചില്ല. അത് ഓർഡർ ചെയ്തിട്ട് ഇങ്ങോട്ട് പോന്നു. ഇത് മാച്ച, ഈ മാച്ച സൂപ്പറായിരുന്നു കേട്ടോ. പക്ഷെ ഇത് മിക്സ് ചെയ്യണം. മാച്ച ഇഷ്ടമല്ലാത്തവർക്ക് ഇത് മിക്സ് ചെയ്യാതെ കുടിക്കുമ്പം ഒരു പച്ചപ്പ് വരും, ഒരു പച്ചച്ചോവ വരും. പക്ഷെ എനിക്കിഷ്ടമാണ്. പക്ഷെ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പം കിടിലൻ ടേസ്റ്റ് ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഈ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇത്ര നേരം എന്താണ് സംസാരിച്ചിരിക്കണെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ ഇല്ല കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒട്ടും ഓർമ്മയില്ല എന്തൊക്കെയാ പറഞ്ഞതെന്നുള്ളത്. ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന സംഭവം എന്താണെന്നറിയോ, നമ്മളവിടെ ഓർഡർ ചെയ്യുമ്പോൾ അവർ നമ്മളോട് ചോദിക്കും സ്റ്റാമ്പ് വേണമെന്നുള്ളത്. അപ്പോൾ ഇത് കണ്ടോ, അതാണ് അവരുടെ സിമ്പിൾ. മൂണിൻ്റെ, ദ മൂൺ, ഈ ഷോപ്പിൻ്റെ സിമ്പിൾ അതാണ്. ആ ഹാഫ് മൂണിൻ്റെ സിമ്പിളാണ്. അപ്പോൾ അത് അവർ തന്നതാട്ടോ. പക്ഷെ ക്യൂട്ടായിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ആ കപ്പിൻ്റെ ഷേപ്പിൽ മൂണിനെ വരച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ മൈക്ക് വെച്ചിട്ടല്ലേ ഇരിക്കുന്നത്, നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ മൈക്ക് വെച്ചേക്കുന്നത്. എനിക്ക് അറിയില്ലായിരുന്നു സത്യമായിട്ടും. ഞാൻ ഒട്ടും വിചാരിച്ചില്ല മൈക്ക് വർക്ക് ചെയ്യണില്ല എന്നുള്ളത്. ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ അവിടെ ഇരുന്നിട്ട് ഇതൊക്കെ സംസാരിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ വന്നപ്പോഴാണ് മനസ്സിലായത്, ദൈവമേ ഇതൊന്നും റെക്കോർഡായിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പൊ ഞാനിപ്പോ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ, അപ്പൊ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ കൂട്ടുകാരോട് സംസാരിച്ചിരിക്കുമ്പോൾ സമയം പോണതും അറിയില്ല. അത് മാത്രല്ല, അത് കഴിഞ്ഞിട്ട് നമ്മൾ പിരിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ദൈവമേ എത്ര നേരം സംസാരിച്ചിരുന്നേ, പകുതി കാര്യങ്ങളും ഓർമ്മയില്ലല്ലോ. എനിക്ക് അങ്ങനെയാട്ടോ. നമ്മൾ അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ലല്ലോ സംസാരിക്കുന്നത്. സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളാണ് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതെന്തായാലും നമുക്ക് ഓർമ്മ ഉണ്ടാവും, ഇല്ല എന്നല്ല. പക്ഷെ ഇങ്ങനെ കാഷ്വൽ ആയിട്ട് കാണുന്ന സമയത്തോ മിണ്ടുന്ന സമയത്തോ ഒന്നും നമ്മൾ ആ ഒരു സന്തോഷത്തിൽ അങ്ങോട്ട് പോകുന്നല്ലാതെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഓർമ്മ ഉണ്ടാവാനുള്ള ചാൻസ് എനിക്കില്ല. ഇപ്പം എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തുട്ടാ അവിടെ എത്ര നേരം ഇരുന്ന് സംസാരിച്ചെന്ന് ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും ഒന്നും എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഞങ്ങൾ കൂടുതലും ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ആ ചായയുടെ ടേസ്റ്റിനെ പറ്റിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറഞ്ഞെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഞാൻ ദേ ഇവിടെ അവിടെ ഇരുന്നിട്ട് തന്നെ ക്യാമറയിൽ നോക്കിയിട്ട് ഈ മാച്ച എങ്ങനെയുണ്ട്, ടേസ്റ്റ് എങ്ങനെയുണ്ട്, അതൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ സത്യം പറഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് ഈ ക്യാമറയിൽ നോക്കിയിട്ട് എന്താ പറഞ്ഞെന്നുള്ളത് എനിക്കറിയില്ല. എന്നുവെച്ചാൽ എനിക്ക് ഓർമ്മയില്ല എന്താ പറഞ്ഞെന്നുള്ളത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഇത് ടേസ്റ്റ് സൂപ്പർ ആയിരുന്നു.
നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും അല്ല, എന്നാലും എന്നെ പോലെയുള്ള ചിലവർക്കൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും ഒത്തിരി നേരമൊന്നും ഞാൻ ഇരുന്നില്ല കേട്ടോ. എനിക്ക് ഓഫായിരുന്നു. പക്ഷെ എൻ്റെ ഫ്രണ്ടിന് ജോലി ഉണ്ടായിരുന്നു. 9 to 5 ഓഫീസ് ജോബ് അല്ലാത്തതുകൊണ്ട് ഇപ്പം എന്നെ കണ്ടിട്ട് ഫ്രണ്ടിന് തിരിച്ചു പോവാം, അതുകൊണ്ട് കുഴപ്പമില്ല. അത് മാത്രമല്ല, ഞാൻ ഗ്രോസറിയും കൂടെ ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്നിച്ചങ്ങോട്ട് നടത്തി തീർത്താൽ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഞാൻ എൻ്റെ ഗ്രോസറി ബാഗൊന്നും ഞാൻ എടുത്ത് കാണിക്കണില്ല കേട്ടോ. ഞാൻ അവരുടെ അടുത്ത്, സ്റ്റാഫിൻ്റെ അടുത്ത് ബൈ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയിട്ട് ഞാൻ ഊബർ ബുക്ക് ചെയ്തു. നോക്കിയപ്പം ഊബറിൻ്റെ പൈസയും ബസ്സിൻ്റെ പൈസയും സെയിം തന്നെയാണ് കേട്ടോ. അതേ ഊബർ വന്നു, ഞാൻ കയറി ഇരിക്കുകയാണ്. അധികം ദൂരമൊന്നുമില്ല നമ്മുടെ വീട്ടിൽ നിന്ന്. എനിക്ക് ഗ്രോസറി അവിടെ നിന്ന് എടുത്തിട്ട് വന്നപ്പോൾ തന്നെ എനിക്ക് മടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്നും കൂടെ അത് ഒക്കെ അങ്ങോട്ട് കൊണ്ടുപോകണ്ടെന്ന് കരുതിയിട്ടാ ഊബർ വിളിച്ചത്. ഞാനപ്പോൾ ദേ ഇവിടെ ഇരുന്നിട്ട് ഈ ഊബറിൽ ഇരുന്നിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. വീട്ടിലെത്തി, കനുണ്ട് ബാഗിന്, ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയണത്. പക്ഷെ ഒന്നും റെക്കോർഡായിട്ടില്ല. അപ്പം ഞാൻ ഇറങ്ങിയിട്ട് ഊബർ ഡ്രൈവറിൻ്റെ അടുത്ത് പറയാണ്, ബൈ പറയണു, ഹാവ് എ ഗുഡ് ഡേ എന്ന് പറയുന്നുണ്ട്, ഇതൊക്കെ പറയുന്നുണ്ട്. ഒന്നും റെക്കോർഡായില്ല. അപ്പം ഞാൻ ദേ അങ്ങോട്ട് നടക്കുകയാണ്. വീട്ടിലേക്ക് എത്തി. ഇത്രയും ഉണ്ട് കേട്ടോ സാധനങ്ങൾ. ഇത് ഞാനിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കാണുമ്പം അധികം കനം ഇല്ലാന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇതിന് നല്ല കനം ഉണ്ട് കേട്ടോ. കഷ്ടപ്പെട്ട ഞാൻ മുകളിലേക്ക് എത്തിയത് തന്നെ. വീട്ടിലെത്തിട്ടോ. വീട്ടിലെത്തിയിട്ട് ഞാൻ ഉടനെ അല്ല വീഡിയോ ചെയ്യുന്നത്. കുറച്ചു നേരം ഞാനൊന്ന് ഇരുന്നു സമാധാനത്തിൽ, എന്നിട്ടാ ഇപ്പൊ വീഡിയോ ചെയ്യാനിരിക്കണേ. ഞാനോട്ട് വാങ്ങിയതൊക്കെ നിങ്ങളൊന്ന് കാണിക്കാൻ മാത്രം സാധനമൊന്നും ഇല്ലാന്ന് എനിക്കറിയാം കേട്ടോ. എന്നാലും കാണിക്കാന്ന് വിചാരിച്ചു. ഞാൻ മേടിച്ചതും വാങ്ങിയത് എൻ്റെ നമ്മുടെ ഉണക്കമുളക് ഇല്ലേ, കൊല്ലമുളക്. എല്ലാ സ്ഥലത്തും എന്തുട്ടാ പറയണെന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മൾ കൊല്ലമുളക് എന്നാ പറയാ. ഇത് വാങ്ങി. നമ്മുടെ ക്രഷ് ചില്ലി ഇല്ലേ, അത് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കിട്ടിയില്ല. അപ്പൊ ഞാൻ ഓർത്ത് ഇതിനെ നമുക്ക് മിക്സറിലിട്ടിട്ട് ബ്ലെൻഡറിലിട്ടിട്ട് ഒന്ന് അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ക്രഷ് ചില്ലി ആവൂലോ അത്. അതുകൊണ്ട് അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ മേടിച്ചിട്ട് തേങ്ങ. ഇതില്ലാത്തൊരു പരിപാടി നമുക്കില്ലല്ലോ, അതുകൊണ്ട് ഇത് വാങ്ങി. ഇത് കണ്ടോ എങ്ങനെയായി നോക്കി. എന്നാ ഇതിന്റെ ഫ്രോസൺ ആയിട്ടിരുന്നതാ. പുറത്തിരുന്നിട്ട് നല്ല ചൂടാണ് പുറത്ത്, അതുകൊണ്ട് പുറത്തിരുന്നിട്ട് ഇത് ആകെ കൂടെ മെൽറ്റായി ഇപ്പം. അത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാട്ടോ പച്ചക്കറികളിൽ കോവയ്ക്ക, കുറച്ചധികം തന്നെ വാങ്ങിയിട്ടുണ്ട്. എനിക്കത് നീളത്തിൽ അരിഞ്ഞിട്ടുള്ളത് ഇഷ്ടമാണ്. ഉപ്പേരി, അതായത് മെഴുക്ക് വരട്ടിയും ഇഷ്ടമാണ്, ഉപ്പേരി ഇഷ്ടമാണ്. എല്ലാവർക്കും അറിയണ്ടാവും വിചാരിക്കണം. ഉപ്പേരി എന്ന് പറയുന്നത് നമ്മള് തേങ്ങ ഇട്ടിട്ടുണ്ടാക്കണം. മെഴുക്ക് വരട്ടിയും തേങ്ങ ഇല്ലാത്തതും. പക്ഷെ ഞാൻ രണ്ടിനെ ഉപ്പേരി തന്നെ കേട്ടോ പറയാം. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം, തേങ്ങ പോലെ തന്നെ ഒഴിവാക്കാൻ പറ്റാത്ത മെയിൻ ഐറ്റം കരിവേപ്പില. ഇതിന് അധികം വില ഉണ്ടായില്ല കേട്ടോ. 99 പൈസ ഉണ്ടായിരുന്നുള്ളൂ. ആ കടയിൽ എപ്പോഴും 99 പൈസക്ക് ഇത് കിട്ടാറുണ്ട്. അപ്പൊ ഞാൻ വാങ്ങാറുണ്ട്. അപ്പൊ ഇപ്രാവശ്യം ഇത് വാങ്ങിച്ചു. പിന്നെ വാങ്ങിയത് കൈപ്പയ്ക്ക. നമ്മുടെ നാട്ടില് കൈപ്പയ്ക്ക ഈ കളറിലല്ലേ കിട്ടുക, അതായത് ഒരുമാതിരി വെള്ളയല്ല, ഒരു ലൈറ്റ് ഗ്രീൻ കളർ ഇതുപോലത്തെ അല്ലേ കിട്ടുക. പക്ഷെ ഇവിടെ കിട്ടുന്നത് ഇത് കിട്ടി. പക്ഷെ ഇത് നമ്മുടെ നാട്ടിൽ കിട്ടണമെന്നല്ല, ഇത്രയും ഡാർക്ക് ഗ്രീനാ ഇവിടെ കിട്ടുന്നത്. ഇത് നമ്മുടെ നാട്ടില് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതോ ഇനിയിപ്പോ വീട്ടിൽ വാങ്ങാത്താണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഈ കളറുള്ളത് മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്നിട്ട് കൈപ്പയ്ക്ക മേടിച്ചു. പിന്നെ വാങ്ങിയത് എന്താ, ബീൻസ് മേടിച്ചു. എനിക്ക് പയറില്ലേ, അതും ഭയങ്കര ഇഷ്ടമാണ്. പയർ ഉണ്ടായിരുന്നു, ഞാൻ അവിടെ കണ്ടു. പക്ഷെ അവര് ഇങ്ങനെ അത് ഭയങ്കരമായിട്ട് വലുതാക്കിയിട്ട് ഒരു വലിയൊരു കെട്ട് മാതിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അത് തന്നെ നമ്മൾ എടുക്കണം, നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനത് എടുത്തില്ല. പിന്നെ കനം കൂടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേണ്ടാന്ന് വെച്ചു. ഇത് വാങ്ങിയപ്പോൾ തന്നെ ഭയങ്കര കനമായി. ഇത് നമ്മുടെ വഴുതനങ്ങ കുഞ്ഞിത്, വലുതും ഉണ്ടായിരുന്നു, പക്ഷെ അത് മേടിച്ചില്ല, കുഞ്ഞിതാ മേടിച്ചത്. പിന്നെ വെളുത്ത വഴുതന ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ആ കടയിൽ ആദ്യമായിട്ടാണ് കണ്ടത്. പിന്നെ വാങ്ങിയത്, ഇത് ഭയങ്കര ആഗ്രഹം തോന്നി മേടിച്ചത് കേട്ടോ, നമ്മുടെ പടവലങ്ങ ഇല്ലേ, ഒരു കഷ്ണം വാങ്ങിച്ചു. പരിപ്പും തേങ്ങയും ഇട്ടിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. പരിപ്പും തേങ്ങയും ഇട്ടിട്ട് പടവലങ്ങ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ കോവയ്ക്ക ഉപ്പേരി. എനിക്ക് ആ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതും വാങ്ങി, ചില്ലി പേസ്റ്റ് ഇല്ലേ,
ചില്ലി ഗാർലിക്കാണ് ഇത് വാങ്ങിയത്. ഇത് നമുക്ക് നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇടാം. പക്ഷെ ഞാൻ കൂടുതലും ചെയ്യാറുള്ളത് നമ്മുടെ സാൻഡ്വിച്ച് ഉണ്ടാക്കില്ലേ, അപ്പൊ അതിന്റെ മുകളിൽ കുറച്ചിങ്ങനെ തേക്കും, ആ ഒരു എരിവ് വരാൻ വേണ്ടിയിട്ട്. ഇതിന്റെ ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ ഇത് ഞാൻ ആദ്യം യൂസ് ചെയ്തിട്ടുള്ളത് ചില്ലി ഗാർലിക് ചില്ലി മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ചില്ലി ഗാർലിക് ആദ്യമായിട്ടാണ്, അതുകൊണ്ട് ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ കരുതി. പക്ഷെ ചില്ലി ഗാർലിക് എനിക്ക് എൻ്റെ കോവർക്കർ ഒരു പ്രാവശ്യം എനിക്ക് കുഞ്ഞൊരു ഡബ്ബയിലിട്ടിട്ട് ചില്ലി ഗാർലിക് സോസ് അവർ വീട്ടിലുണ്ടാക്കിയത് തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കുറെ നാൾ യൂസ് ചെയ്ത കേട്ടോ. അപ്പൊ ഇതിപ്പോ കണ്ടപ്പോ ഞാൻ വാങ്ങി നോക്കിയതാ. എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അറിയില്ല, നോക്കി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇതിപ്പോഴും കഴിഞ്ഞിട്ടില്ല. താങ്ക് യു വീഡിയോ കണ്ടതിനും സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ നന്ദി. പിന്നെന്താ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കാം. നമുക്ക് അടുത്ത ചൊവ്വാഴ്ച വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതുവരെ ഗോഡ് ബ്ലെസ് യു. ബൈ.